ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹ കാലത്തിലെ 5-ാം വെള്ളി സഭ സുറിയാനി സഭാപിതാക്കന്മാരെയും ഇടവക മധ്യസ്ഥരെയും അനുസ്മരിക്കുന്ന ദിനം. 4-5 നൂറ്റാണ്ടുകളിൽ സഭയിലുണ്ടായിരുന്ന പാഷാണ്ഡതകൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്ത് പാരമ്പര്യവും വിശ്വാസവും കാത്തു സൂക്ഷിച്ച താപസവര്യന്മാരാണ് ഗ്രീക്ക് സുറിയാനി സഭാ പിതാക്കന്മാർ. വിശ്വസാഹിത്യത്തിന് അവരുടെ സംഭാവനകൾ നിസ്തുലമാണ്. ദൈവിക വെളിപാട് ഏറ്റവും ഉചിതമായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നതാണ് അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ മഹത്വം. ഇവരിൽ പ്രധാനിയാണ് വിശുദ്ധ അപ്രേം. വിശുദ്ധ അപ്രേം അറിയപ്പെടുന്നത് തന്നെ ശ്രദ്ധേയമായ ഗീതങ്ങളിലൂടെയും ദൈവവചന വ്യാഖ്യാനങ്ങളിലൂടെയുമാണ്. തുറന്നു വരുന്നത് നിനിവേയിലെ വിശുദ്ധ ഐസക്കാണ്. പ്രാർത്ഥനയെക്കുറിച്ചും മനുഷ്യജീവിതത്തിന്റെ പൊരുളിനെക്കുറിച്ചുമൊക്കെ വളരെ വിശാലവും വിശദവുമായി ചർച്ച ചെയ്ത പിതാവാണ് നിനിവേയിലെ വിശുദ്ധ ഐസക്. നർസായി വിശുദ്ധ കുർബാനയുടെ അർത്ഥവും ആഴവുമൊക്കെ വളരെ ഗഹനമായി പഠിച്ച് സാധാരണ ജനങ്ങൾക്ക് ലളിതമാക്കി അവതരിപ്പിച്ചു കൊടുത്ത സഭാപിതാവാണ് നർസായി. ഫിലിക്സിനോസ് വിശ്വാസ സംരക്ഷണത്തിനായി 5-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വിശുദ്ധനാണ്. അഫ്രാത്ത്, സിറിലോണ, മഹാനായ ബാബായ് തുടങ്ങിയവരും ആദിമകാല സഭയെ പരിപോഷിപ്പിച്ചവരാണ്. പാഷാണ്ഡതകളിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. ഈശോമിശിഹായുടെ സംസാര ഭാഷയായ, അതായത് ദൈവിക വെളിപാടിന്റെ ഭാഷയായ സുറിയാനിയിൽ തന്നെ ഇവർ ദൈവശാസ്ത്ര രചനകൾ നിർവഹിച്ചു എന്നത് വളരെ ശ്രദ്ധേയവും എടുത്ത് പറയപ്പെടേണ്ടതുമായ കാര്യമാണ്. അങ്ങനെ ഗ്രീക്ക് സുറിയാനി സഭാപിതാക്കന്മാരെയും ഇടവക മധ്യസ്ഥരെയും പ്രത്യേകമായി അനുസ്മരിക്കുന്ന ധനഹ 5-ാം വെള്ളിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ആമേൻ.